إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാനും അവന്റെ പ്രതിഫലം നേടിയെടുക്കാനും നാം എല്ലാവരും പേടിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ എന്നത്. എന്നാൽ ഇത് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്, അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാതെ മറ്റ് കാര്യങ്ങളിലായി ജീവിതം ചെലവഴിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എത്ര മോശമാണ്. ഇന്ന് നമുക്കറിയാം, ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, അവിടെ വലിയ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ സമയം കളയുന്ന ആളുകൾ, ജുമുഅ ഖുതുബ വരെ രാഷ്ട്രീയം പറയുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഖുതുബ? അത് ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംസ്കരിക്കുന്നതിനു വേണ്ടിയാണ്, അവർക്ക് അറിവ് പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ്. എന്നാൽ ആ ഖുതുബ വരെ രാഷ്ട്രീയവൽക്കരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സാഹചര്യം നടക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം അവന്റെ ഓരോ വാക്കിനും നാളെ അല്ലാഹുവിങ്കൽ കണക്ക് പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ തോന്നിയത് വിളിച്ചു പറയുക എന്നത് ഒരാൾക്കും യോജിച്ച കാര്യമല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നാം ഓരോരുത്തരും, ഓരോ ആളുകളും അവരുടെ വ്യൂസ് കൂടാൻ, കാഴ്ചക്കാരെ കൂട്ടുന്നതിനു വേണ്ടി, അവർക്ക് പൈസ ഉണ്ടാക്കുന്നതിനു വേണ്ടി, അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതിനു വേണ്ടി പല കള്ളവാർത്തകളും പ്രചരിപ്പിക്കാറുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നേരം കളയുകയും അതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് തിന്മകൾ വാങ്ങിക്കൂട്ടുന്നവരാവരുത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിനു വേണ്ടി, കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിക്കുന്നതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ വിഷയം മറന്നുപോകാൻ പാടില്ല. ആത്മാർത്ഥമായി, പ്രത്യേകിച്ച് രാത്രിയുടെ അവസാന സമയം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. മുസ്ലിമീങ്ങളുടെ അവസ്ഥ ശരിയാക്കുന്നതിനു വേണ്ടി, അവർക്ക് സമാധാനം നൽകുന്നതിനു വേണ്ടി, അവരുടെ നിർഭയത്വം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരിക്കലും ഒരു മടിയനും ഉന്നതികൾ കരസ്ഥമാക്കിയിട്ടില്ല.
മടിപിടിച്ചിരിക്കുന്ന ഒരാളും ഉന്നതികൾ, ഏറ്റവും നല്ല സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയതായി നമുക്കറിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണിയെടുക്കാനും ആത്മാർത്ഥമായി പ്രയത്നിക്കാനുമുള്ള ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. എത്ര വേഗത്തിലാണല്ലേ റമദാൻ നാം അവസാനത്തിലേക്ക് എത്തിയത്! എന്ത് വേഗത്തിലാണ് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും കടന്നു പോകുന്നത്! ഇതേപോലെയാണ് നമ്മുടെ ആയുസ്സും തീർന്നു പോവുക. മനുഷ്യരെന്ന് പറഞ്ഞാൽ അവൻ വെറും ദിവസവും ആഴ്ചയും അതേപോലെ മാസങ്ങളും വർഷങ്ങളും മാത്രമാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിൽ നിന്നൊരു ദിവസം അതാ കുറഞ്ഞിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഒരു മാസം കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞാലോ അവന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം പരിപൂർണമായി തീർന്നിരിക്കുന്നു. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ നാം എല്ലാവരും തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇമ്മ ഇലൽ ജന്ന, ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, സ്വർഗാനുഭൂതികളിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അവനെ കാണുന്നതിലേക്ക്, അല്ലെങ്കിലോ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക്, നരകത്തിലേക്ക്, അള്ളാഹുവിന്റെ കോപത്തിലേക്ക്. ഇതിലേത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളാണ് അത് തീരുമാനിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ് എന്നത് അല്ലാഹു തആലയെ അനുസരിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. മറ്റു കാര്യങ്ങളിലായി ഈ ആയുസ് തുലച്ചു കളയരുത്. കാരണം മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര വേഗത്തിലാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്! അതേപോലെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ മരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ദുനിയാവതാ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ദുനിയാവ് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പരലോകമാകട്ടെ നമ്മുടെ നേരെ വരുന്നുണ്ട്. അത് നമ്മെ കണ്ടുമുട്ടുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പരലോകത്തിനും ഈ ദുനിയാവിനും ചില ആളുകളുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമുക്ക് നൽകുന്ന ഉപദേശമാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, പരലോകം നേടിയെടുക്കുന്നവരാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ഈ ദുനിയാവ് മാത്രം നേടിയെടുത്തുകൊണ്ട് പരലോകം നശിപ്പിക്കുന്നവരാകരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. കാരണം എന്താണ്? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ്, ഇന്ന് വിചാരണയില്ല, ചോദ്യമില്ല. എന്നാൽ നാളെയാകട്ടെ വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണ മാത്രമാണുള്ളത്, പ്രവർത്തിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരം അത് ഉപയോഗപ്പെടുത്തുക, ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനു വേണ്ടി, അവന്റെ പ്രതിഫലം നേടിയെടുക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ആയുസ്സിൽ, ആരോഗ്യത്തിൽ, ഒഴിവു സമയത്തിൽ, സമ്പത്തിൽ വഞ്ചിതരായി പോകാൻ പാടില്ലാത്തതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന വയസ്സായ ആളുകൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അവർ ഇന്നലകളിൽ നമ്മെ പോലെ ചെറുപ്പക്കാരായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ മനോഹരമായ വീടുകൾ, അത് പഴകിയ വീടുകൾ, അത് ഇന്നലകളിൽ പുതിയതായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ പഴയ വാഹനങ്ങൾ, അത് ഇന്നലകളിൽ പുതിയതായിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കാലം അത് കഴിഞ്ഞു പോകും തോറും അതെല്ലാം പഴയതാകുന്നു. അതേപോലെ നമ്മളും ഇങ്ങനെ നമ്മുടെ ആയുസ് അധികരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മളും പഴയതാകാനുള്ളതാണ് എന്ന ബോധം നാം ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഓരോ മുസ്ലിമും വിട്ടുനിൽക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലെ لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه. ഒരു മനുഷ്യന്റെ കാൽപാദം അത് മുന്നോട്ട് ചലിപ്പിക്കുവാൻ അവനക്ക് സാധിക്കുന്നതല്ല. ഒരു അടിമക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് അവന്റെ ആയുസിനെ കുറിച്ചാണ്. എന്തിലാണ് അവന്റെ ആയുസ് അവൻ തുലച്ചു കളഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യത്തിലാണോ? അതല്ല അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത, അള്ളാഹുവിന് ഉറപ്പുള്ള കാര്യത്തിലാണോ? ഇന്നെന്തെല്ലാം അവസരങ്ങളാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ. അതാ ഈ മാസം നിങ്ങൾ നോക്കൂ, രാവിലെ നോമ്പിലാണ്, രാത്രി ഇന്ന് നമസ്കാരമാണ്, ഇഅ്തികാഫാണ്. ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്തു കൂടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നാൽ ഇതേ സമയം തന്നെ മറ്റു കാര്യങ്ങളിലായി
തോന്നിവാസങ്ങളിലായി വൃത്തികേടുകളിലായി അവരുടെ ജീവിതം ചെലവഴിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. എത്രയെത്ര ആളുകളാണ് അങ്ങനെ അവരുടെ ജീവിതം തീർത്തു കളയുന്നത്. ഒരു കാര്യവുമില്ലാത്ത വിനോദവും മറ്റു കാര്യങ്ങളിലായി അവരുടെ ജീവിതം തീർത്തു കളയുകയാണ്. അതാണ് അല്ലാഹു തആല ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും നല്ലതും. പരലോകമാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ലതും എന്നെന്നും നിലനിൽക്കുന്നതും. ഈ ദുനിയാവ് കാലാകാലം ഉണ്ടാവുകയില്ല. നമ്മൾ ഈ ദുനിയാവിൽ കാലാകാലം ഉണ്ടാവുകയില്ല. ഒരു ദിവസം ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവരാണ്. നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന രംഗം, നമ്മുടെ കുടുംബക്കാർ അവർ നമുക്ക് ചുറ്റും നിൽക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ കടന്നു പോകാത്തൊരു മനുഷ്യനുമില്ല. അവസാനം നമ്മൾ സ്വരുക്കൂട്ടിയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് 3 കഫൻ പുടയിൽ മാത്രം 3 കഷ്ണം തുണിയിൽ നമ്മൾ ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ്. അവിടെ മുതൽ നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സുഖങ്ങളാണ്. എന്നാൽ അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാത്രമാണ്. പ്രിയമുള്ളവരെ, അവിടെ രക്ഷപ്പെടാനുള്ള അവസരമാണ് ഈ ദുനിയാവ് എന്നത്. അതുകൊണ്ട് പണിയെടുക്കുക, ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഹൃദയം കൊണ്ടോ കൈകൾ കൊണ്ടോ അവരിലേക്ക് അടുക്കാതിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു തആല നമുക്ക് ചെയ്തു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് അവനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം നൽകി എന്നത്. എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട് ഈ ഭൂമിയിൽ അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഈ ദീൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത എത്ര ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു അവന്റെ ഈ ദീൻ സ്വീകരിക്കാൻ നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹു തന്ന അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യമാണ്. അവനെ അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം അത് നിലനിൽക്കാൻ ദുആ ചെയ്യുക. അത് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക എന്ന ഈ അനുഗ്രഹം അത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റമളാൻ കഴിഞ്ഞാലും ഇബാദത്തുകളിൽ നിന്ന് വിട്ടുമാറാതെ ഇബാദത്തുകളിലായിക്കൊണ്ട് അള്ളാഹുവിന് തൃപ്തിയുള്ളതിലായിക്കൊണ്ട് തന്നെ മരണം വരിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതേപോലെ നമ്മൾ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഈ മാസത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവെ സ്വീകരിക്കണമേ, അള്ളാഹുവെ സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ ഓരോ ആളുകളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ മാസത്തിന്റെ 2/3 ഭാഗവും കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഇത് ഈ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കാം. ഇനി വരാനിരിക്കുന്നത്, ഇനി കഴിഞ്ഞു പോകാനുള്ളത് ഈ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് അവസാനം നന്നാക്കുക. അത് നന്നാക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. അതിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞതുപോലെ ആ വിഷയത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കൊന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ വലിയ സംഭവമാണ് എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് മുൻപേ കടന്നുപോയ ആളുകളുണ്ട്. അവരുടെ സ്വന്തം ശരീരം അവർ അള്ളാഹുവിന് നൽകിയവരാണ്. അവരുടെ സമ്പത്ത് അള്ളാഹുവിന് നൽകിയവരാണ്. അവരുടെ സമയം മുഴുവൻ അള്ളാഹുവിന് നൽകിയവരാണ്. അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്ന് ഓർക്കുക. നമ്മൾ എത്ര തന്നെ ചെയ്താലും, അത് എത്ര വലുതാണ് എങ്കിലും അള്ളാഹുവിനോടുള്ള ബാധ്യത വെച്ച് നോക്കിയാൽ അത് ഏറെ കുറവാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ സുജൂദിലായി കടന്നു എന്ന് വിചാരിക്കുക. എന്നാലും അള്ളാഹുവിനോടുള്ള ബാധ്യത അവൻ അത് പൂർത്തിയാക്കിയിട്ടില്ല. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു എന്ന ഒറ്റൊരു കാരണം മാത്രം മതി അവനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനനുസരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അത് പാലിക്കാൻ. നിന്നെ സൃഷ്ടിച്ചതാരാണ്? നിനക്ക് ഉപജീവനം നൽകുന്നതാരാണ്? പ്രിയമുള്ളവരെ, നിനക്ക് കണ്ണും കാതും നാവും പല്ലും മൂക്കും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നൽകിയിട്ടുള്ളതാരാണ്? നിനക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നൽകിയത് അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് അവനെ നന്ദിയുള്ളവരാവുക. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ അവസരം
അത് നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്ന ഒന്നല്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡും, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസവും അത് തിരിച്ചു കിട്ടുന്നതല്ല. എത്ര കോടി കൊടുത്താലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരവും സമയവും തിരിച്ചു കിട്ടുന്നതല്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിലേക്ക് തിരിച്ചൊരു മടക്കിവരവില്ല, മടങ്ങി വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കുക, ബുദ്ധിയുള്ളവരെ ചിന്തിക്കുക. അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പായി തന്നെ ആത്മാർത്ഥമായി പണിയെടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അരമുണ്ട് മുറുക്കിയെടുക്കുകയും രാത്രി ജീവിപ്പിക്കുകയും അതേപോലെ കുടുംബക്കാരെ, സ്വന്തം ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് രാത്രിയെ ജീവിപ്പിക്കാൻ നാം ഏവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീയെ കാണുന്നതിനു വേണ്ടി അവരുടെ വീടിന്റെ മതിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ചാടിക്കടക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു തആലയുടെ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമയമായിട്ടില്ലേ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകാൻ സമയമായിട്ടില്ലേ എന്ന ഈ വാക്ക്, എന്ന ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, സമയമായിട്ടില്ലേ എനിക്ക് മാറാൻ, എനിക്കൊന്ന് മാറാൻ, ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, ഇതിനൊരു മാറ്റം വരുത്തേണ്ടതില്ലേ, ഈ ജീവിതത്തിനൊരു മാറ്റം വരുത്തേണ്ടതില്ലേ, എത്ര കാലമാണ് ഇതേപോലെ തോന്നിവാസങ്ങളിൽ വൃത്തികേടുകളിൽ തന്നെ കഴിച്ചുകൂട്ടുക, ഒരു മാറ്റം വരേണ്ടതില്ലേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞു പോരുകയും പിന്നീട് പഠിക്കുകയും നല്ല ഒരു പണ്ഡിതനായി മാറുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസരം ഉപയോഗപ്പെടുത്തുക, ദീൻ പഠിക്കാൻ താല്പര്യം കാണിക്കുക. നാം ചെയ്തു കൂട്ടിയ എത്രയോ തെറ്റുകുറ്റങ്ങളുണ്ട്. എത്ര റമളാൻ നമുക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും, നമ്മൾ ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. നമ്മുടെ ജാഹിലിയ കാലഘട്ടത്തിൽ, നമുക്കറിവില്ലാത്ത കാലത്ത് ഒരുപാട് റമളാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല, നോമ്പെടുക്കാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെ വൃത്തികേടുകളിലായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ റമളാനുകൾ കടന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരവസരമായിക്കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ല എങ്കിൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ഈ മാസത്തിൽ പുറത്തു തന്നിട്ടില്ല എങ്കിൽ നമ്മളായിരിക്കും ഈ മാസത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. അതിൽ ഏറ്റവും നല്ല ആളുകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഏത് ദിവസമാണ് എന്നറിഞ്ഞാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫു, നീ പുറത്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു നൽകണമേ എന്ന പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഓരോന്നാലോചിച്ച് അതിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു പുറത്തു നൽകുന്നതാണ്. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. ഇബാദത്തുകൾ കൊണ്ട്, നിസ്കാരം കൊണ്ട്, നോമ്പുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തആല. നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. الله تعالى അവന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആരോഗ്യവും ഒഴിവു സമയവും. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. കാരണം അത് കാലാകാലം ഉണ്ടാകുന്നതല്ല. ഇന്ന് നമ്മൾ കാണുന്ന രോഗികൾ
ഇന്നലകളിൽ ആരോഗ്യമുള്ളവരായിരുന്നു. ഇന്നതാ തിരക്ക് പിടിച്ചോടുന്ന ആളുകൾ അവർ ഇന്നലകളിൽ ഒഴിവ് സമയമുള്ള ആളുകളായിരുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് അനുഗ്രഹങ്ങളും യഥാർത്ഥ രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു അവർക്ക് രോഗങ്ങളും തിരക്കും നൽകി പരീക്ഷിച്ചതാകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ആരോഗ്യം, അതേപോലെ ഒഴിവു സമയം, ഇങ്ങനെയുള്ള ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ റമളാനിന്റെ അവസാന സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നന്നായി, മുൻപ് കഴിഞ്ഞുപോയതിനേക്കാൾ ഏറ്റവും മനോഹരമായി ഇബാദത്തുകളിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഈ മാസത്തിന്റെ അവസാനത്തിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്താണ് സകാത്തുൽ ഫിത്ർ. സകാത്തുൽ ഫിത്ർ നൽകുക എന്നത്, ഫിത്ർ സകാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാർക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ, മോശമായ കാര്യങ്ങൾ അതിൽ നിന്നുള്ള ഒരു പരിഹാരമായി കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫറദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്ർ മിൻ റമളാൻ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർ والذكر والأنثى والصغير والكبير من المسلمين. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. സാഅൻ മിൻ തംർ, ഒരു സാഅ തംറാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ സാഅൻ മിൻ ശഈർ, ഒരു സാഅ ബാർലി. ആർക്കൊക്കെയാണ്? അലൽ അബ്ദി വൽ ഹുർ, അടിമക്കും അതേപോലെ സ്വതന്ത്രനും. വദ്ദക്കരി വൽ ഉൻസ, പുരുഷനും സ്ത്രീക്കും അത് നൽകണം. മുസ്തഗീരി വൽ കബീർ, ചെറിയവർക്കും വലിയവർക്കും അത് നൽകണം. മുസ്ലിമാണോ? റമളാൻ അവസാനിച്ചു, ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടു എന്നായി കഴിഞ്ഞാൽ സകാത്തുൽ ഫിത്ർ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കണം. ഒരു സാ ആണ് കൊടുക്കേണ്ടത്. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരാളുടെ ഒരൊത്ത നീളവും തടിയുമുള്ള ഒരാളുടെ കൈ 4 കോരൽ, അതാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 4 കോരലാണ് ഒരു സാ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നൽകണം. ഓരോ നാട്ടിലെയും പ്രധാന ഭക്ഷ്യ വിഭവമാണ് നൽകേണ്ടത്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി അത് നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ഫജ്റിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിനിടയിലായിരുന്നു സകാത്തുൽ ഫിത്ർ വിതരണം ചെയ്യാറുള്ളത്. എന്നാൽ അതിനു മുമ്പ് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റു സഹാബിമാർ നൽകിയതായി കാണാം. അതുകൊണ്ട് അങ്ങനെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നൽകുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. വിശ്വസ്തരായിട്ടുള്ള അത് ചെയ്യുന്ന ആളുകളിൽ അതിന്റെ പൈസ ഏൽപ്പിച്ചാലും അത് ശരിയാകുന്നതാണ്. അതേപോലെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, റമളാൻ അവസാനിച്ചു, മാസപ്പിറവ് കണ്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ തക്ബീർ ചെയ്യുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകി എന്നതുകൊണ്ട് അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിന് ധാരാളമായി തക്ബീർ എടുക്കുക. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട്. എത്രയോ ആളുകളുണ്ട് ഈ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾ, ഇസ്ലാം എന്ന അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾ, നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ. അവർക്കും നാളെ വിചാരണയുണ്ട്, അവർക്കും പരലോകമുണ്ട്, അവർക്കും ഖബർ ജീവിതമുണ്ട്. അവർക്ക് അവിടെ പ്രയാസങ്ങളായിരിക്കും, ശിക്ഷയായിരിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് തൗഫീഖ് നൽകിയിരിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ തക്ബീർ ചെയ്യാൻ നമ്മൾ ആരും മറന്നുപോകരുത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയാൻ നമ്മൾ മറന്നുപോകരുത്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് വീട്ടിലും പള്ളിയിലും സജീവമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പെരുന്നാൾ നിസ്കാരം, അതിന് എല്ലാവരും, നമ്മുടെ വീട്ടിലുള്ള, പള്ളിയിൽ വരുന്നവർ മാത്രമല്ല, ബാക്കിയുള്ള ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാം കൊണ്ട് മസ്ജിദിലേക്ക് വരിക, പെരുന്നാൾ നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകമായി അതിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് പെരുന്നാളിന്റെ നിസ്കാരത്തിലേക്ക് കടന്നു വരിക. പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോകുന്ന ആളുകൾ
ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരത്തിലേക്ക് പോകേണ്ടത്. അന്ന് നോമ്പല്ല, നമുക്കന്ന് പെരുന്നാളാണ്. നമുക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനുള്ള ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട്, ഒരുങ്ങിക്കൊണ്ട്, മനസ്സുകൊണ്ട് ആദ്യം തയ്യാറായി അള്ളാഹുവിനെ ശുക്ർ കാണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറപ്പെടുക എന്നത് പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് അള്ളാഹു തആല അവരുടെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. മറ്റ് എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹു തആല അവരുടെ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം നാടുകളിൽ അള്ളാഹു നിർഭയത്വം നിറക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.